നമസ്കാരം. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓംസ് ലോയും അതുപോലെ സീരീസ് സർക്യൂട്ട്, പാരലൽ സർക്യൂട്ട്, അതിന്റെ കോമ്പിനേഷൻസ്, പിന്നെ അതുപോലെ തന്നെ എന്താണ് കറണ്ട് ഡിവൈഡർ റൂള്, എന്താണ് വോൾട്ടേജ് ഡിവൈഡർ റൂൾ എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറഞ്ഞത്. എന്താണ് കിർച്ചോഫ്സ് കറണ്ട് ലോ? ഈ കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം പഠിച്ച ഓംസ് ലോ ആണെങ്കിലും സീരീസ് സർക്യൂട്ട് ആണെങ്കിലും പാരലൽ സർക്യൂട്ട് ഒക്കെ ആണെങ്കിൽ തന്നെയും അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ജംഗ്ഷൻ ഉണ്ടാവും അല്ലേ? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റെസിസ്റ്റർ വന്നു, ഒരു റെസിസ്റ്റർ ഇങ്ങനെ പോകുന്നു, വേറെ റെസിസ്റ്റർ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഈ ഒരു പോയിന്റ് ഇപ്പൊ ഒരു എ എന്ന് എടുക്കാം, ഇതൊരു ജംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. സോ നമ്മളൊരു കറണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കറണ്ട് സ്പ്ലിറ്റ് ആവും അല്ലെ? I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ആവും. അതെല്ലാവർക്കും ക്ലിയർ ആയ കാര്യമാണല്ലോ. സോ ഒരു ജംഗ്ഷൻ ഉണ്ട്, ആ ജംഗ്ഷനിൽ ഇവിടെ എന്ത് സംഭവിക്കും? ആ കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് ഈ ഡിഫറെന്റ് ബ്രാഞ്ചിലേക്ക്, ഇതൊരു ബ്രാഞ്ചാണ്, ഈ ബ്രാഞ്ചിലേക്ക് ഡിഫറെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകും അല്ലേ? സോ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലോ ആണ് കിർച്ചോഫ്സ് കറണ്ട് ലോ അഥവാ KCL നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. ഈ കിർച്ചോഫ്സ് കറണ്ട് ലോ മെയിൻ ആയിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കിർച്ചോഫ്സ് കറണ്ട് ലോ എന്ത് ചെയ്യുന്നത്? ബേസ് ചെയ്തിരിക്കുന്നത്. സോ അതായത് ഇലക്ട്രിക് ചാർജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. അതാണ് ഇതിന്റെ പറയുന്നത്. ഇലക്ട്രിക് ചാർജ് can neither be created nor destroyed. എന്നുവെച്ചാൽ ഇലക്ട്രിക് ചാർജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ കഴിയില്ല, പക്ഷെ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാൻ കഴിയും അല്ലെ? അത് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആയിട്ട് പറയും. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. ഈ കറണ്ട് ഇവിടെ വന്നു, ഈ ഒരു ഇലക്ട്രിക് ചാർജ് ഇവിടെ വന്നു, ഇലക്ട്രിക്കൽ എനർജി ഇവിടെ എയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലല്ലോ. അത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അവിടെ അക്യുമുലേറ്റ് ചെയ്ത് അവിടെ കൂടിക്കിടക്കൊന്നുമില്ല അല്ലെ? അത് ഒന്നില്ലെങ്കിൽ ഒരു ബ്രാഞ്ചിലേക്ക്, രണ്ട് ബ്രാഞ്ചിലേക്കും തുല്യമായിട്ട് അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ അനുസരിച്ച് തുല്യമായിട്ട് വിധിച്ചു പോകും. അതാണ് ഈ ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞത്. ഇലക്ട്രിക്കൽ ചാർജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. അതിനെ നമുക്കൊരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാനോ ഇതേപോലെ ബ്രാഞ്ച് വഴി തിരിച്ചുവിടാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി കറണ്ട് അറ്റ് ജംഗ്ഷൻ, ഒരു ജംഗ്ഷനിലെ കറണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ എടുക്കാം അല്ലെ? അതായത് ഒരു റോഡ് ഉണ്ട്, നമുക്കൊരു റോഡ് ജംഗ്ഷൻ, ഇവിടെ ഒരു റോഡ്, ഈ റോഡ് വരികയാണ്. അതുപോലെ തന്നെ അവിടേക്ക് വേറെ റോഡ് പോകുന്നുണ്ട്, ഇവിടേക്ക് വേറെ റോഡ് പോകുന്നുണ്ട്. ഇതൊരു റോഡാണ്, മനസ്സിലായോ? അതായത് നമുക്കിപ്പോ പറയാന്നുണ്ടെങ്കിൽ രണ്ട് റോഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഈ റോഡ് വരുന്നു, ഇവിടെ നമുക്ക് 10 കാറുകളുണ്ട്. 10 കാറുകളാണ് ഈ റോഡിൽ ഈ ജംഗ്ഷനിലോട്ട് എത്തുന്നത് അല്ലെ? 10 കാറുകളാണ് ഈ ജംഗ്ഷനിലോട്ട് വരുന്നത്. സോ ഈ കാറുകൾ രണ്ട് റോഡായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് ഈ റോഡിലൂടെ എത്ര കാർ പോകണം? ഫോർ എക്സാമ്പിൾ ഇതിലൂടെ ഒരു 6 കാർ പോയി, ഇതിലൂടെ ഒരു 4 കാർ പോയി എന്ന് സങ്കല്പിക്കാം. അപ്പൊ ടോട്ടൽ ശരിക്കും പറഞ്ഞാൽ 10 കാർ ഇവിടെ വന്നു, പക്ഷെ തിരിച്ച് ഈ റൂട്ടിലേക്ക് 6 കാറും ഈ റൂട്ടിലേക്ക് 4 കാറും ആയിട്ടാണ് പോയത് അല്ലെ? അല്ലാതെ നമുക്ക് ഇവിടെ ഒരു കാറിനെ അല്ലെ 2 കാറിനെ ഇവിടെ നിർത്തി വെക്കാൻ പറ്റുമോ? അങ്ങനെ ജംഗ്ഷൻ ആണ്, കാരണം അത് ട്രാഫിക് വയലേഷൻ ആണ് അല്ലെ? സ്വാഭാവികമായിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി. 10 കാറോട് വരുന്നു, അതിൽ നിന്നും 6 കാർ ഈ ഒരു റൂട്ടിലേക്ക് പോകുന്നു, 4 കാർ ഈ റൂട്ടിലേക്ക് പോകുന്നു. ക്ലിയർ ആണല്ലോ? കാർ നമുക്ക് ഇവിടെ ഈ നടുക്ക് വെച്ചിട്ട് ജംഗ്ഷനിൽ വെച്ച് ഡിസപ്പയർ ചെയ്യില്ല. കാരണം നമുക്കറിയാം എന്താണ്, ഓരോ റൂട്ടിലേക്കും പോകേണ്ട കാറുകൾ തിരിച്ചു വിടണം. അല്ലെങ്കിൽ 10 കാറും ഒരേ റൂട്ടിലേക്ക് തന്നെയാണ് പോകണമെങ്കിൽ അങ്ങനെ പൊക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ജംഗ്ഷൻ ആയതുകൊണ്ട് രണ്ട് വഴിക്ക് പോകണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ജംഗ്ഷന്റെ കാര്യത്തിൽ ഇലക്ട്രിക് കറണ്ടിന് സംഭവിക്കുന്നത്. ഒരു ജംഗ്ഷനിലേക്ക് ഇലക്ട്രിക് കറണ്ട് വരുന്നുണ്ട്, അവിടെ നിന്നും സ്പ്ലിറ്റ് ആയി എന്താവുന്നുണ്ടോ?
കറണ്ടിനെ മാറുന്നുണ്ട്. ഇനി അതൊന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഒരു ചെറിയൊരു നോഡ്, ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടേക്ക് ഒരു 10 ആംപിയർ കറണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇതൊരു ജംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ നോഡ് എന്ന് പറയും, ജംഗ്ഷൻ. 10 ആംപിയർ കറണ്ട് വരികയാണ്. ഈ 10 ആംപിയർ കറണ്ട് ഈ രണ്ട് വഴിയിലേക്കും കൂടി, അല്ലെ, ഈ ജംഗ്ഷനിൽ നിന്നും പോകുന്ന രണ്ട് വഴികളാണ് അല്ലെ. അപ്പൊ 10 ആംപിയർ കറണ്ട് വന്നാൽ ഒന്ന് എന്ത് ചെയ്യണം, ഈ വഴി കൂടെ ഒരു 6 ആംപിയർ കടന്നു പോകണം, അല്ലെങ്കിൽ അതുപോലെ ഇവിടെ 4 ആംപിയർ കടന്നു പോകണം. അല്ലെങ്കിൽ പോട്ടെ, ഇവിടെ ഒരു 5 ആംപിയറും ഇവിടെ ഒരു 5 ആംപിയറും കടന്നു പോയാൽ മതി. കാരണം നമുക്ക് ടോട്ടൽ എന്ത് കിട്ടണം, 10 ആംപിയർ ആണുള്ളത്, ആ 10 ആംപിയറിനെ കിട്ടണം. അല്ലെങ്കിൽ ഇവിടെ 4 ആംപിയർ കടന്നു പോവാം, ഇവിടെ 6 ആംപിയർ കടന്നു പോവാം. അല്ലെങ്കിൽ ഇവിടെ 3 ആംപിയർ കടന്നു പോവാം, ഇവിടെ 7 ആംപിയർ കടന്നു പോവാം. അങ്ങനെ എങ്ങനെ നോക്കിയാലും നമുക്ക് ഇവിടുന്ന് ഈ 10 ആംപിയറിനെ സ്പ്ലിറ്റ് ചെയ്ത് പോവും. പക്ഷെ അത് വാല്യൂസ് മാറും. അത് നമ്മുടെ ഈ പാത്തിലുള്ള ഓരോ കമ്പോണൻസ് അനുസരിച്ച് വാല്യൂസ് മാറും എന്ന് മാത്രം. പക്ഷെ അത് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ആ പോകുന്നത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കറണ്ട് കിട്ടണം. ക്ലിയർ ആണല്ലോ? അപ്പം ഇവിടെ കറണ്ട് എൻ്റർ ചെയ്തത് എത്ര വാല്യൂ ആ? കറണ്ട് എൻ്ററിങ് 10 ആംപിയർ ആണ്. ഇനി കറണ്ട് ലീവിങ് ചെയ്യുന്നത് എത്രയാണ്? 6-4ന്റെ കേസിലാണെങ്കിൽ 6+4 എത്ര കിട്ടും? 10 ആംപിയർ കിട്ടും. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ കിർച്ചോഫ്സ് കറണ്ട് ലോന്റെ അടിസ്ഥാനമായിട്ടുള്ള തത്വം എന്ന് പറഞ്ഞാൽ. അതായത് നോക്കൂ, ആൾജിബ്രൈക് സം ഓഫ് കറന്റ് അറ്റ് എനി നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് സീറോ എന്ന് പറയുന്നത്. ആൾജിബ്രൈക് സം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ കറണ്ടിനെയും നമ്മൾ പ്ലസും മൈനസും നോക്കാതെ ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് സീറോ എന്ന് കിട്ടും. ഓക്കെ, പ്ലസും മൈനസും എല്ലാം ഉള്ള കറണ്ടിന് നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്താൽ നമുക്കതിന് സീറോ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം. എങ്ങനെ പറയാം? ടോട്ടൽ കറണ്ട് എൻറ്ററിങ് എ നോഡ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ കറണ്ട് ലീവിങ് ദ നോഡ്. നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കറണ്ടിലേക്ക് ഒരു ജംഗ്ഷനിലോട്ട് 10 ആംപിയർ കറണ്ടാണ് വരുന്നത്. അത് നമ്മൾ ആ ജംഗ്ഷനിൽ നിന്നും രണ്ട് വഴിയായി പിരിഞ്ഞു. 6 ആംപിയർ ആയിട്ട് 4 ആംപിയർ ആയിട്ടും പിരിഞ്ഞു. ഈ 6ഉം 4ഉം കൂട്ടി നമുക്ക് 10 കിട്ടുന്നില്ലേ? അത് തന്നെയാണ് ഈ പറയുന്നത്, ടോട്ടൽ കറണ്ട് എൻറ്ററിങ് എ നോഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദ നോഡ്. മാത്തമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ പറയാം, സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 0. സോ ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. ഒന്ന് നോട്ട് ചെയ്യാം, കിർച്ചോഫ്സ് കറണ്ട് ലോ. ക്ലിയർ ആണല്ലോ? ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. ഒരു ജംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ നോഡിലേക്ക് വരുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു ആ ജംഗ്ഷനിൽ നിന്നും പോകുന്ന കറണ്ട്. ഓക്കെ, ഇനി സൈൻ കൺവെൻഷൻ ആണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു നോഡ് ഉണ്ട്, ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഒരു 3 ആംപിയർ വരുന്നുണ്ട്, അതിലേക്ക് വേറൊരു 4 ആംപിയർ വരുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 2 ആംപിയർ പോകുന്നുണ്ട്, ഇവിടുന്ന് ഒരു 5 ആംപിയർ പോകുന്നുണ്ട്. സോ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത് സാധാരണ നോർമലി നമ്മൾ കണക്കാക്കുക, ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിന് നമ്മൾ പ്ലസ് ആയിട്ട് കൊടുക്കും. അതായത് ഇപ്പം ജംഗ്ഷനിലേക്ക് വരുന്ന ഏതൊക്കെയാ? 3 ആംപിയറും 4 ആംപിയറും ആണ്. അപ്പം പ്ലസ് 3 ആംപിയർ പ്ലസ് 4 ആംപിയർ. ഇനി ജംഗ്ഷനിൽ നിന്നും കടന്നു പോകുന്ന കറണ്ട് എത്രയാ? 2 ആംപിയറും 5 ആംപിയറും. അതിനെ നമ്മൾ മൈനസ് ആക്കി എടുക്കും. -2 ആംപിയർ -5 ആംപിയർ. ഇതെന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് നമ്മൾ പറയുക. അതായത് 3 + 4 - 2 - 5 ഈസ് ഈക്വൽ ടു 0. ഒന്ന് ചെയ്ത് നോക്കി. 4ഉം 3ഉം എത്രയാ? 7. -2ഉം -5ഉം 7 ആണ്. ഈസ് ഈക്വൽ ടു 0 അല്ലേ? സോ അതാണ് ആൾജിബ്രൈക് സം ഓഫ് കറണ്ട് ഇൻ എ ജംഗ്ഷൻ എന്ന് പറയുന്നത് 0 എന്ന് പറയാൻ കാരണം. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ വരുന്ന കറണ്ടിനെ ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കും, അവിടുന്ന് ലീവ് ചെയ്യുന്ന കറണ്ടിനെ നെഗറ്റീവ് ആയിട്ട് എടുക്കും. സോ അങ്ങനെ നമ്മൾ അത് ഒരുമിച്ച് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടണം ആണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ പോസിറ്റീവും നെഗറ്റീവും ഇൻകമിംഗ് കറണ്ടിനെ പോസിറ്റീവ് സൈൻ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കും. അതുപോലെ ഔട്ട് ഗോയിങ് കറണ്ടിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടും കൺസിഡർ ചെയ്യും.
ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്കൊരു ചോദ്യം ചെയ്യാം. ഒരു എക്സാമ്പിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലേക്ക് 2 കറണ്ട് വരുന്നുണ്ട്, ഒരു കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്. അപ്പം വരുന്ന കറണ്ട് ഒന്ന് 3 ആംപിയറും മറ്റേത് 4 ആംപിയറുമാണ്. 4 ആംപിയറുമാണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഐ ആണ്. ഐ കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ നമുക്കറിയാം, നമ്മൾ ഒന്ന് ജസ്റ്റ് ആ കറണ്ട് അല്ലെങ്കിൽ കെ സി എൽ ഒന്ന് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ കെ സി എൽ, അപ്ലൈ കെ സി എൽ. ഇതിലേക്ക് ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഏതൊക്കെയാ? അപ്പൊ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. I1, I2 എന്ന് ജസ്റ്റ് പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടുകൾ I1, ഇത് വരുന്നതായതുകൊണ്ട് നമ്മൾ പ്ലസ് തന്നെയാണ്, പ്ലസ് I1 പ്ലസ് I2, പിന്നെ പോകുന്ന കറണ്ട് മൈനസ് I ഈസ് ഈക്വൽ ടു 0. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ മൈനസ് ഐനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാലോ, ഈ ഈക്വൽസിനെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നാലോ. അപ്പം I1 പ്ലസ് I2 എന്ത് വരും? മൈനസ് ഐനെ നമ്മൾ ഈക്വൽസിന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ I എന്ന് വരും. ഇനി I1 ഉം I2 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാ? 3 പ്ലസ് 4 ഈസ് ഈക്വൽ ടു I. എന്ത് വരും? 3 പ്ലസ് 4 7 ഈസ് ഈക്വൽ ടു I. അപ്പൊ എന്ത് കിട്ടി? ഇവിടുത്തെ കറണ്ട് 7 ആംപിയർ കിട്ടി. കാരണം വരുന്നത് 3ഉം 4ഉം ആണ് ഈ ജംഗ്ഷനിൽ. ഈ ജംഗ്ഷനിൽ പിന്നെ അത് ഒന്നായിട്ട് പോകുന്നത് 7 ആംപിയർ ആയിട്ടാണ്. ക്ലിയർ ആണല്ലോ? സോ I എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. ഓക്കെ, മനസ്സിലാക്കി ചെയ്ത് പഠിക്കാം. ക്ലിയർ? ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലോട്ട് ഒരു കറണ്ട് വരികയാണ്. എത്രയാ? 8 ആംപിയർ കറണ്ട് വരുന്നുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ഒരു 3 ആംപിയർ കറണ്ട് ലീവ് ആവുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ആംപിയർ കറണ്ടും ലീവ് ആവുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഐന്റെ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അപ്ലൈ കെ സി എൽ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്ന കറണ്ടുകളെ ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. വരുന്ന കറണ്ട് ഇവിടെ ഏതൊക്കെയാ? 8 ആംപിയർ ആണല്ലേ? 8 ആംപിയർ. അപ്പം 8 വരുന്ന കറണ്ടാണ്. ഇനി പോകുന്ന കറണ്ട് ഏതൊക്കെയാ? 3ഉം Iയും. മൈനസ് 3. അതായത് പോകുന്ന കറണ്ടിന് നമ്മൾ മൈനസ് കൊടുക്കണം അല്ലെ? -3 മൈനസ് I. ഇതാണ് നമ്മളെ പോകുന്ന കറണ്ടുകൾ. ഇസ് ഈക്വൽ ടു 0. ഇനി 8 ന്ന് 3 കുറച്ചാൽ നമുക്ക് എത്രയാ? 5 ആണ് കിട്ടുക അല്ലെ? 8 ന്ന് 3 കുറച്ചാൽ 5 ആണ് കിട്ടുക. 5 മൈനസ് I ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി മൈനസ് ഐനെ നമ്മൾ ഇതിന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാലോ? അപ്പം 5 ഈസ് ഈക്വൽ ടു I എന്ന് വരും അല്ലെ? അപ്പൊ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. സോ നമുക്ക് ഇവിടെ വരുന്ന ഇൻകമിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ 8 ആംപിയർ ആയിരുന്നു. ഔട്ട് ഗോയിങ് കറണ്ടോ? ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എത്രയാ? I പ്ലസ് 3 ആണ്. ഇവിടെ I എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 5. 5 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 8. ഇൻകമിംഗ് കറണ്ടും ഔട്ട് ഗോയിങ് കറണ്ടും എന്താണ്? സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലേക്ക് കറണ്ടുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ഒരു I കറണ്ട് വരുന്നു. അതുപോലെ 2 ആംപിയർ ഉണ്ട്, 4 ആംപിയർ, പിന്നെ 6 ആംപിയർ. ഇതിലേക്ക് നമ്മൾ അപ്ലൈ കെ സി എൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ? വരുന്ന കറണ്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. I വരുന്ന കറണ്ടാണ്, 2 വരുന്ന കറണ്ടാണ്. അങ്ങനെയാണെങ്കിൽ I പ്ലസ് 2 വരുന്ന കറണ്ടിന് നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ഇട്ട് കൊടുത്തു. പോകുന്ന കറണ്ട് ഏതൊക്കെയാ? 4ഉം 6ഉം. -4 -6 ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഐനെ നമുക്ക് ഇവിടെ നിർത്താം അല്ലെ? ഐനെയൊക്കെ ഇവിടെ നിർത്താം, കോൺസ്റ്റന്റിനെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം ഇവിടെ ഈ പ്ലസ് ആയിട്ടുള്ള 2 അപ്പുറത്ത് വരുമ്പോൾ -2 ആയി, മൈനസ് ആയിട്ടുള്ള 4 അപ്പുറത്ത് വരുമ്പോൾ +4 ആയി, മൈനസ് ആയിട്ടുള്ള 6 അപ്പുറത്ത് വരുമ്പോൾ +6 ആയി. നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ പോവാണ്. I ഈസ് ഈക്വൽ ടു എന്ത് വരും? -2 6 4 10 എന്ന് വരും. ഇനി I കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു മൈനസും പ്ലസും തന്നിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന് ചിഹ്നം. അപ്പൊ 10 ന്ന് 2 കുറച്ചാൽ എന്ത് കിട്ടും? 10 ന്ന് 2 കുറച്ചാൽ 8 അല്ലെ? അപ്പം 8 ആംപിയർ എന്ന് കിട്ടും. സോ
നമുക്ക് ഇൻകമിങ് കറണ്ടുകൾ ഏതൊക്കെയാണ്? ഐയും പ്ലസ് 2 ആണ് അല്ലെ? ഐ പ്ലസ് 2 ആണ് എന്ന് വെച്ചാൽ 8 പ്ലസ് 2 10 ആംപിയർ ആണ്. അതുപോലെ ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 6 എത്രയാണ്? 10 ആംപിയർ ആണ്. അത് ഓക്കെ അല്ലേ? പ്രൂവ് ചെയ്തില്ലേ നമ്മൾ? KCL ഇത് പ്രൂവ് ചെയ്തു. ഇൻകമിങ് കറണ്ടും ഔട്ട് ഗോയിങ് കറണ്ടും സെയിം ആണെന്ന് മനസ്സിലായി. ക്ലിയർ അല്ലേ? ഇനി ഒരു എക്സാമ്പിൾ ചെയ്യാനായിട്ട് ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പൊ ഏതാ? ഒരു മിനിറ്റ് ഓക്കെ. ഇനിയിപ്പം ഈ 2 എക്സാമ്പിളുകൾ നമുക്ക് പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാം. കാരണം സിമ്പിൾ ആയിട്ട് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെ നോഡ് വഴി ചെയ്യുന്ന എക്സാമ്പിളുകൾ തന്നെയാണ് കൂടുതലുള്ളത്. ഓൾറെഡി ചെയ്തതാണ്. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും നേരം പഠിച്ചത് മനസ്സിലായോ എന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം അല്ലെ? കൺസിഡർ ദ ഫോളോയിങ് സർക്യൂട്ട് വിത്ത് നോഡ് എ ബി. എയും ബിയും രണ്ട് നോഡുകളാണ് അല്ലെ? സോ കറണ്ട് I1 and I5 enter node A while I4 enter node B and I3 and I2 exit node B. അപ്പോൾ നമുക്ക് I1ന്റെ വാല്യൂ, I2ന്റെ വാല്യൂ, I3ന്റെ വാല്യൂ, I5ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I4ന്റെ വാല്യൂ ആണ്. സോ ഇവിടെ നമ്മൾ KCL അപ്ലൈ ചെയ്യാൻ പോവാണ്. KCL എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടേക്ക് ഇൻകമിങ് ആയിട്ടുള്ള കറണ്ടുകളൊക്കെ നമുക്ക് നോക്കാം. ഈ എയും ബിയും തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുകയല്ലേ? നോക്കൂ, ഇതൊരൊറ്റ ലൈനല്ലേ? ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ? അപ്പൊ ഇത് നമുക്ക് ഒറ്റ നോഡാക്കി എടുക്കാം അല്ലെ? ഒറ്റ നോഡാക്കി എടുക്കാം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അതിനെ മാറ്റി വരച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ഒറ്റ നോഡാണ്. ആ നോഡിലേക്ക് ആ നോഡിൽ നിന്നും I5 എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. I1 വരുന്നുണ്ട്. പിന്നെ അതിലേക്ക് I4 വരുന്നുണ്ട്. I2 പോകുന്നുണ്ട്. I3 പോകുന്നുണ്ട്. അതായത് ഈ എയും ബിയും എന്താണ്? ഒരൊറ്റ കണക്ഷൻ ആണ്. അപ്പൊ അതിനെ നമുക്ക് ഒരൊറ്റ നോഡാക്കി എടുക്കാം. AB നോഡാക്കി എടുക്കാം. AB നോഡ്. ഇനി നമ്മൾ KCL അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം. വരുന്ന കറണ്ടുകൾ ഏതൊക്കെയാ നോക്കാം. വരുന്ന കറണ്ടുകൾ I1 വരുന്ന കറണ്ടാണ് I1. ഇനി ഏതൊക്കെയാ വരുന്ന കറണ്ട്? I4 പ്ലസ് I4. പിന്നെ വരുന്ന കറണ്ട് ഏതാ? ഇല്ല അല്ലെ? I1 ഉം I4 മാത്രമേ വരുന്നുള്ളൂ. പിന്നെ പോകുന്ന കറണ്ടുകൾ ഒന്ന് ഏതൊക്കെയാ? I3 പോകുന്നുണ്ട്, പിന്നെ I2 പോകുന്നുണ്ട്, പിന്നെ I5 പോകുന്നുണ്ട്. ഈസ് ഈക്വൽ ടു 0. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം. I1 ന് 4 ആംപിയർ തന്നിട്ടുണ്ട്. 4 ആംപിയർ പ്ലസ് I4 നമുക്ക് തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. മൈനസ് I3 എത്രയാണ് തന്നിട്ടുള്ളത്? 2 മൈനസ് I2 എത്രയാണ് തന്നിട്ടുള്ളത്? 3 ആംപിയർ മൈനസ് I5 1 ആംപിയർ ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് I4 ആണ് കണ്ടുപിടിക്കേണ്ടത്. I4 നെ നമുക്ക് ഇവിടെ നിർത്താം. I4 ഈസ് ഈക്വൽ ടു ഈ ബാക്കി എല്ലാത്തിനും നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം അല്ലെ? നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം അല്ലെ? -2 -3 കൂട്ടിയാൽ -5, -5ഉം -1ഉം ചെയ്താൽ -6. അപ്പം ഇവിടെ -6 ഉണ്ട്. ഇത് മൂന്നും നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ -6 വരും. സോ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? -6 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ +6 ആവും. ഈ +4 അപ്പുറത്ത് ഇക്വലൻസിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ -4 ആവും. സോ I4ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 6 - 4 2 ആംപിയർ കണ്ടു. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ? ഇൻകമിങ് കറണ്ടുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻകമിങ് കറണ്ടുകൾ ഏതൊക്കെയാണുള്ളത്? ഇൻകമിങ് കറണ്ട് നമുക്ക് I1 പ്ലസ് I4 ആണ്. സോ I1 പ്ലസ് I4. I1 എത്രയാണ്? I1ന്റെ വാല്യൂ 4 ആണ്. പ്ലസ് I4ന്റെ വാല്യൂ കിട്ടി 2. സോ അത് എത്രയാണ്? 6 ആംപിയർ ആണ്. ഇനി ഔട്ട് ഗോയിങ് കറണ്ട്. ഏതൊക്കെയാണ് ഔട്ട് ഗോയിങ് കറണ്ട്? I5 പ്ലസ് പിന്നെ I2 പ്ലസ് I3 ആണ്. I5ന്റെ വാല്യൂ 1 ആണ്. പ്ലസ് I2ന്റെ വാല്യൂ 3 ആണ്. പ്ലസ്
I3ന്റെ വാല്യൂ 2 ആണ്. അങ്ങനെയാണെങ്കിൽ 3 4 2 6 ആംപിയർ. സാറ്റിസ്ഫൈഡ് ആയില്ലേ? അപ്പം KCL പ്രൂവ് ചെയ്തു. പ്രൂവ്ഡ് എന്ന് വെച്ചാൽ ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ഈ KCLന്റെ പറയുന്നത് നമ്മൾ മറക്കരുത്, കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് പറയുന്നത്. കൺസർവേഷൻ ഓഫ് ചാർജ് KCL അപ്ലൈ ചെയ്യുന്നത് നോഡ് അല്ലെങ്കിൽ ജംഗ്ഷനിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? KCL അപ്ലൈ ചെയ്യുക. കറണ്ട് കനോട്ട് അക്യുമുലേറ്റ് അറ്റ് നോഡ്. അതാണ് ഈ കൺസർവേഷൻ ഓഫ് ചാർജിന്റെ പ്രധാനം. കറണ്ട് ഒരിക്കലും ഒരു നോഡിൽ അക്യുമുലേറ്റ് ചെയ്യില്ല. വരുന്ന കറണ്ട് ഒന്നല്ലെങ്കിൽ രണ്ട് വഴിയായിട്ട് പിരിഞ്ഞു പോകണം, അല്ലെ? അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നമ്മൾ കുന്നുകൂടി ഇരിക്കുകയോ ഇല്ല. ടോട്ടൽ ഇൻകമിംഗ് കറണ്ട് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് കറണ്ട്. അതാണ് അതിന്റെ ടോട്ടൽ ഐഡിയ. അപ്പം കറണ്ട് കിർച്ചോഫിന്റെ കറണ്ട് റൂള് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ പരിചയപ്പെടാം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.